ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ഒരു വ്യക്തിയെ നമ്മൾ നല്ല വ്യക്തി അല്ലെങ്കിൽ മോശം വ്യക്തി, പോസിറ്റീവ് മനുഷ്യനാണ്, നെഗറ്റീവ് ആണെന്നൊക്കെ പറയുന്നത് അവരുടെ കർമ്മത്തിൻ്റെ ആധാരത്തിലാണ്. ഒരു വ്യക്തിയുമായി നമ്മൾ എപ്പോഴാണോ ഇടപഴകുന്നത്, അപ്പോൾ അവരുടെ കർമ്മം നമുക്ക് എങ്ങനെ ഫീലിംഗ് തരുന്നോ, നെഗറ്റീവോ പോസിറ്റീവോ, അതിൻ്റെ ആധാരത്തിൽ നമ്മൾ ആ വ്യക്തിയെ നല്ല മനുഷ്യനെന്നോ പോസിറ്റീവ് എന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്നോ അനുഭവിക്കും, പറയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കർമ്മം എന്താണോ അതാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പോസിറ്റീവായിട്ട് ഫീലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ കർമ്മങ്ങൾ എന്താണ് ശരിക്കും? കർമ്മം എത്ര തരം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയും? അതെ, എല്ലാവർക്കും അറിയാം രണ്ട് കർമ്മം, പോസിറ്റീവ് കർമ്മവും നെഗറ്റീവ് കർമ്മവും, നല്ല കർമ്മവും ചീത്ത കർമ്മവും. എന്താ ഈ പോസിറ്റീവ് കർമ്മം എന്ന് വെച്ചാൽ, എപ്പോഴാണോ നമ്മുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നത്, നമ്മുടെ സാന്നിധ്യം അവർക്ക് ആശ്വാസമേകുന്നത്, ശാന്തി നൽകുന്നത്, ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത്, അത്തരം കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ആ കർമ്മത്തിൻ്റെ പേരാണ് സുകർമ്മം, ശ്രേഷ്ഠകർമ്മം, പോസിറ്റീവ് കർമ്മം, നല്ല കർമ്മം എന്നൊക്കെ. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ് എന്നൊരു വിചാരത്തോടെ കർമ്മം ചെയ്യുമ്പോഴാണ് നമ്മുടെ വിചാരങ്ങൾ സദ്ഗുണങ്ങളുടെ ആധാരത്തിലാകുന്നത്. സദ്ഗുണങ്ങളുടെ ആധാരത്തിൽ വിചാരങ്ങളാകുമ്പോഴാണ് കർമ്മം ശ്രേഷ്ഠകർമ്മമാകുന്നത്. മറിച്ച് നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഈ ശരീരമാണ്, അപ്പം നമ്മുടെ ജീവിതം അല്പകാലത്തിൻ്റെ മാത്രമാണ്, എൻ്റെ ആത്മാവാണ്, അതും എൻ്റെ ഒരു അസറ്റാണ്. അപ്പോൾ ജീവിതത്തെക്കുറിച്ച് കാണുന്നതും അല്പകാലത്തിൻ്റെ ദൃഷ്ടിയോടെ ആയിരിക്കും. അപ്പോൾ കാമം, ക്രോധം, മോഹം, അഹങ്കാരം, അസൂയ, ഈർഷ്യ, വൈരാഗ്യം, അലസത, മടി, ഇങ്ങനെയുള്ള എല്ലാ ദുർവികാരങ്ങളും നമ്മുടെ വിചാരങ്ങളിൽ സ്ഥാനം പിടിക്കും. അത്തരം വിചാരങ്ങളോടുകൂടി നിങ്ങൾ കർമ്മം ചെയ്യുമ്പോഴോ നിങ്ങളുടെ കർമ്മം നെഗറ്റീവ് കർമ്മമായി, അഥവാ പാപകർമ്മമായി, സിൻഫുൾ ആക്ഷൻ, പാപകർമ്മങ്ങളായി. അതിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻസ് എനിക്കും മറ്റുള്ളവർക്കും എപ്പോഴും ദുഃഖം നൽകുന്നതായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആത്മാ ഈ ശരീരം ഉപയോഗിക്കുന്നുള്ള രീതിയിലാണ് നിങ്ങൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ നിങ്ങളുണ്ടാകുന്ന വൈബ്സ്, സങ്കല്പങ്ങളുടെ തരംഗങ്ങൾ, വൈബ്രേഷൻ പോസിറ്റീവായിരിക്കും. മറിച്ച് ഞാൻ ശരീരമാണ്, എൻ്റെ ആത്മാവാണ് എന്നുള്ള ലിമിറ്റഡായ ചിന്തയിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വിചാരങ്ങൾ നെഗറ്റീവായിരിക്കും. എപ്പോഴും എന്തെങ്കിലും ദുർവികാരങ്ങൾ കൊണ്ട്, ഈർഷ്യ കൊണ്ടോ, മടി കൊണ്ടോ, അസൂയ കൊണ്ടോ, സങ്കടം കൊണ്ടോ, പരാതി കൊണ്ടോ, എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻ കൊണ്ട് ചാർജ്ഡ് ആയിരിക്കും, നെഗറ്റീവ് വൈബ്സ് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം നമ്മുടെ അടുത്ത് വരുന്നവരും ദുഃഖിതരായി മാറും. ഇനി ഞാൻ ആത്മാന്ന് വിചാരമുണ്ട്, ഈശ്വരനെ ഓർമ്മയില്ല, മറ്റു നെഗറ്റീവ് തോട്ട്സും ഇല്ല, അങ്ങനെയുള്ള കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ഫീലിങ്ങിലാണ്, ആ ഒരു വൈബ്രേഷനിലാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അത്തരം കർമ്മങ്ങളെ പറയുന്നത് അകർമ്മം എന്നാണ്. ന്യൂട്രൽ ആക്ഷൻ, പോസിറ്റീവും ഇല്ല നെഗറ്റീവും ഇല്ല. ആ സമയത്ത് നമ്മൾക്ക് ഒരാൾ ആ കർമ്മം ചെയ്യുന്ന സമയത്ത് നല്ലതൊന്നും മോശമൊന്നും ആരും പറയുന്നില്ല. മറിച്ച് എപ്പോഴാണോ നമ്മുടെ കയ്യിൽ നിന്ന് പോസിറ്റീവ് വൈബ്സ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്, അപ്പോഴാണ് നമ്മളെ എല്ലാവരും പോസിറ്റീവായി കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് വൈബ്സ് മറ്റുള്ളവർ കൊടുക്കണമെങ്കിൽ നമ്മളൊരു കോൺഷ്യസ്നെസ് വളർത്തണം. ഞാൻ ഈ ശരീരമല്ല, ഈ ശരീരം എൻ്റെയാണ്, ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ചൈതന്യ ശക്തിയായിരിക്കുന്ന ഒരു സൂപ്പർ പവറാണ് ഞാൻ, ആത്മാവെന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഞാൻ ആത്മാ എന്ന് പറയുന്നതോട് കൂടി തന്നെ ഈശ്വരൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരികയും ആ സങ്കല്പങ്ങൾ നമ്മളോട് ഒഴുകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വൈബ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കും, തോട്ട്സ് എപ്പോഴും പോസിറ്റീവായിരിക്കും, വൈബ്രേഷൻ പോസിറ്റീവായിരിക്കും. നിങ്ങളടുത്ത് വരുന്നവർക്കും ആ ഒരു സന്തോഷവും സുഖ അനുഭവവും, അറിയാതെ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് രക്ഷയായ അനുഭവമാവും, അവർക്ക് സന്തോഷം നൽകും. അപ്പോൾ അവർ നിങ്ങളെ എപ്പോഴും പോസിറ്റീവായി കാണും. അപ്പം മറ്റുള്ളവർക്ക് നമ്മളെ പോസിറ്റീവായി കാണാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനോസ്ഥിതി നമ്മളെക്കുറിച്ച് ആത്മബോധത്തിലും ഈശ്വരൻ്റെ സ്മൃതിയിലും ആയിരിക്കണം. ഗുണങ്ങൾ നമ്മുടെ സങ്കല്പത്തിൻ്റെ ആധാരമായിരിക്കണം. പോസിറ്റീവ് വൈബ്രേഷൻസ് പരത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കണം. നിങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നൊരു നല്ല മനുഷ്യരായി മാറാൻ സാധിക്കട്ടെ. ഓം ശാന്തി.